കേരള സർവകലാശാലയിലെ ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗത്തിന് അയോഗ്യത. വിനോദ് കുമാർ ടി.ജി. നായർക്ക് എതിരെയാണ് നടപടി. തിരുവനന്തപുരം ബൊട്ടാണിക്കൽ ഗാർഡന്റെ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നിയമിച്ച ഉത്തരവ് റദ്ദാക്കിയതോടെയാണ് അയോഗ്യത വന്നത്. വിനോദ് കുമാറിന് അടിസ്ഥാന യോഗ്യത ഇല്ലെന്നാണ് കണ്ടെത്തൽ. വിനോദ് കുമാർ ജാതി അധിക്ഷേപത്തിൽ വിവാദ നായകനാണ്. സംസ്കൃതം ഡീൻ ഡോക്ടർ വിജയകുമാരിയെ അനുകൂലിച്ച് സംസാരിക്കുന്നതിനിടെയാണ് വിനോദ് കുമാർ ജാതി പരാമർശം നടത്തിയത്. അന്നത്തെ പരാമർശം ആദ്യം കേൾക്കാം. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണേ, കണ്ടോ? ഇതിന് പിന്നാലെയാണ് SFI പ്രവർത്തകർ ജാതി പരാമർശത്തിനെതിരെ രോഷം കൊണ്ടത്. ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലാവാരി ഭിത്തിയിലടിക്കും ഉള്ള കാര്യം പറയാം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഹാൻസ് ജോൺ ആണ്. ഹാൻസ്, ഇക്കാര്യത്തിൽ അന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിയതാണ് ഈ വിവാദ നായകൻ. ഇപ്പോൾ അയോഗ്യനായിരിക്കുന്നു, ഒരു രീതിയിലുമുള്ള അടിസ്ഥാന യോഗ്യതകൾ ഇല്ലെന്നുള്ള വലിയ കണ്ടെത്തലുകളോടെയുള്ള അയോഗ്യതയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഹാൻസ് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ? സംഗീത, നിലവിൽ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ വിനോദ് കുമാർ ടി.ജി. നായർക്കെതിരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പാലോട് പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു വിനോദ് കുമാർ ടി.ജി. നായർ. ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ നൽകിയ ഈ കേസിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ നോട്ടീസിൽ അല്ലെങ്കിൽ ഈ ഉത്തരവിൽ പറയുന്നത് ഈ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യതകൾ ഈ ഡോക്ടർ വിനോദ് കുമാറിന് ഇല്ല എന്നാണ്. ആയുർവേദത്തിൽ ബിരുദം മാത്രം, അഥവാ BAMS ഡിഗ്രി മാത്രം ഉണ്ടായിട്ടാണ് ഇദ്ദേഹം ആദ്യഘട്ടത്തിൽ ജൂനിയർ സയന്റിസ്റ്റായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നത്. പിന്നീട് പ്രിൻസിപ്പൽ പല വർഷങ്ങളിലായി ഇദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. അവസാനം പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിട്ട് ജോലി ലഭിക്കുന്നു. പക്ഷേ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിട്ട് ജോലി ലഭിക്കുന്നതിൽ നിഗൂഢതകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദുരൂഹതകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ പ്രിൻസിപ്പൽ സയന്റിസ്റ്റിലേക്ക് കയറേണ്ട അടിസ്ഥാന യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് വേണം, ഒപ്പം തന്നെ PhD വേണം. പക്ഷേ ഈ അടിസ്ഥാന യോഗ്യതകളൊന്നും തന്നെ ഈ നിയമനത്തിന് വേണ്ട അടിസ്ഥാന യോഗ്യതകളൊന്നും തന്നെ ഡോക്ടർ വിനോദ് കുമാറിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ കണ്ടെത്തലിലുള്ള അല്ലെങ്കിൽ ഉത്തരവിൽ കണ്ടെത്തലായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നിയമനത്തിൽ പ്രായം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ 40 വയസ്സാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അന്ന് 47 വയസ്സായിരുന്നു ഡോക്ടർ വിനോദ് കുമാറിന് ഉണ്ടായിരുന്നത്. ഒപ്പം അടിസ്ഥാന യോഗ്യത, ഈ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന പ്രാവീണ്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കൂടാതെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള നിയമന ഉത്തരവുകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകളോ സമർപ്പിക്കാൻ വിനോദ് കുമാറിന് കഴിഞ്ഞില്ല എന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഇത്തരത്തിൽ അട്ടിമറി നിയമനം നടത്തിയ വിനോദ് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്, റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. ഇനി ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പദവിയിൽ നിന്നും ഇദ്ദേഹത്തെ അയോഗ്യനാക്കേണ്ടത് ചാൻസലറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത്. കാരണം സിൻഡിക്കേറ്റ് അംഗമാകാനുള്ള കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഇദ്ദേഹത്തിന്റെ ഈ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് പദവിയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെയും ഡോക്ടർ വിനോദ് കുമാർ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.